പിടികിട്ടാപ്പള്ളി സുകുമാരക്കുറുപ്പിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് അവസാനിപ്പിക്കുന്നു. അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് മേധാവിക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകും. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പില്ല എന്ന നിഗമനത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് എത്തിയത്. ഹൃദ്രോഗത്തെ തുടർന്ന് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചിട്ടുണ്ടാകാമെന്നതാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം. തെളിയിക്കപ്പെടാതെ കിടക്കുന്ന കേസുകളുടെ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് പിടികിട്ടാപ്പള്ളി സുകുമാരക്കുറുപ്പിനായുള്ള അന്വേഷണം വീണ്ടും ആരംഭിച്ചത്. എന്നാൽ കേസിൽ സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ട് എന്നതിന് ഒരു തെളിവും അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല. കൊൽക്കത്തയിൽ വെച്ച് സുകുമാരക്കുറുപ്പിനെ കണ്ടതായി പോലീസിനെ അറിയിച്ച ആലപ്പുഴ സ്വദേശിയായ നഴ്സ് രത്നമ്മയുടെ മൊഴി വീണ്ടും ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു. അന്ന് ഹൈദരാബാദിലെ ആശുപത്രിയിൽ ഹൃദ്രോഗത്തിന് സുകുമാരക്കുറുപ്പ് ചികിത്സ തേടിയതായും ഐസിയുവിലടക്കം പ്രവേശിപ്പിച്ചിരുന്നതായും നഴ്സിന്റെ മൊഴിയിൽ പറയുന്നു. ആ രോഗി 40 വർഷങ്ങൾക്കു ശേഷവും ജീവിച്ചിരിക്കാനുള്ള സാധ്യതയില്ല എന്നതാണ് രത്നമ്മയുടെ മൊഴി. ഈ സാഹചര്യത്തിലാണ് സുകുമാരക്കുറുപ്പ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മരണപ്പെട്ടു എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. കേസ് അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് മേധാവിക്ക് നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ക്രൈംബ്രാഞ്ച് മേധാവി ഉന്നതതല കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമായിരിക്കും അന്വേഷണം അവസാനിപ്പിക്കുന്നു എന്ന ഔദ്യോഗിക തീരുമാനം കൈക്കൊള്ളുക. കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച കേസ് കൂടിയാണ് സുകുമാരക്കുറുപ്പിന്റേത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.